മേളപ്പെരുമയുടെ നാടായ തൃശൂരിൽ നിന്നും മറ്റൊരു അപൂർവ താളവിശേഷം കൂടി. ശാരീരിക പരിമിതികൾക്ക് മുന്നിൽ പകച്ചു നിൽക്കാതെ അസുരവാദ്യത്തിന്റെ അകമ്പടിയോടെ ജീവിത വിജയത്തിലേക്ക് കൊട്ടിക്കയറുകയാണ് മുറ്റിച്ചൂരിലെ നിരഞ്ജൻ. 15-ാം വയസ്സിൽ തന്നെ തന്നിലെ കലാകാരനെ ലോകത്തിന് മുൻപിൽ അടയാളപ്പെടുത്തിയ നിരഞ്ജൻ വൈകല്യങ്ങൾ ഒന്നിനും തടസ്സമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. മുറ്റിച്ചൂർ സ്വദേശികളായ ഗിരീഷ് ബിന്ദു ദമ്പതികളുടെ മകൻ നിരഞ്ജന് ജന്മനാ പരിമിതികളുണ്ടായിരുന്നു. വലത് കൈയുടെ മുട്ടിന് താഴേക്ക് വളർച്ചക്കുറവുണ്ട്. കാര്യമായ സ്വാധീനവുമില്ല. എന്നാൽ ഈ കുറവുകളെ തന്റെ ചെണ്ടപ്രേമത്തിന് തടസ്സമാകാൻ നിരഞ്ജൻ അനുവദിച്ചില്ല. തന്റെ പരിമിതിയെ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അതിനെ മറികടക്കാനുള്ള വഴികളായിരുന്നു ഈ 15-കാരന്റെ ചിന്തയിൽ. മറ്റുള്ളവർ 2 കൈകൾ കൊണ്ട് അനായാസം കൊട്ടുമ്പോൾ നിരഞ്ജൻ തന്റെ പരിമിതിയിലുള്ള വലതു കൈയെ ചെണ്ടക്കോലുമായി ഇണക്കിയെടുക്കാൻ മാസങ്ങളോളം കഠിനപ്രയത്നം നടത്തി. കൈമുട്ടിന്റെ ചലനങ്ങളെ താളത്തിനൊത്ത് ക്രമീകരിച്ചും ഇടതുകൈക്ക് കൂടുതൽ വേഗത നൽകിയും അവൻ ആ അസുരവാദ്യത്തെ മെരുക്കിയെടുത്തു. 2017 ഒക്ടോബർ 18-നാണ് ചെറുശ്ശേരി ശ്രീകുമാറിന്റെ ശിഷ്യനായി പഞ്ചാരി മേളത്തിൽ 7-ാം വയസ്സിൽ നിരഞ്ജൻ അരങ്ങേറ്റം കുറിച്ചത്. 9-ാം വയസ്സിൽ തായമ്പകയിലും അരങ്ങേറി. പഞ്ചവാദ്യത്തിലെ തിമിരയിൽ അരങ്ങേറ്റം കുറിച്ചത് 2025 നവംബർ 9-നാണ്. ഈ ചുരുങ്ങിയ കാലയളവിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളും കരസ്ഥമാക്കാൻ നിരഞ്ജനായി. കൊട്ടാൻ പോവാറുണ്ട്. അരങ്ങേറ്റത്തിന് ശേഷം തായമ്പക കൊട്ടാൻ പോവാറുണ്ട്. ഈ കഴിഞ്ഞ നവംബറിൽ പഞ്ചവാദ്യം, അതായത് തിമിലയുടെ അരങ്ങേറ്റവും കഴിഞ്ഞു. ചെസ്സില് ഫെഡറേറ്റഡ് ആണ്. മേളം പരമാവധി കാലം തുടർന്ന് പോകാൻ തന്നെയാണ് വിചാരിക്കുന്നത്. മാതാപിതാക്കളുടെ പിന്തുണയാണ് നിരഞ്ജന്റെ കരുത്ത്. മകന്റെ വൈകല്യത്തെ ഓർത്ത് സങ്കടപ്പെട്ടിരിക്കാതെ അവനിലെ കലാകാരനെ വളർത്താൻ അവർ അവനൊപ്പം നിന്നു. ഇന്ന് നാട്ടിലെ ഉത്സവപ്പറമ്പുകളിൽ നിരഞ്ജൻ ചെണ്ടക്കോലേന്തുമ്പോൾ അത് കേവലം ഒരു പ്രകടനമല്ല, മറിച്ച് വിധിയോട് പോരാടി ജയിക്കുന്ന ഒരു കൗമാരക്കാരന്റെ വിജയകാഹളം കൂടിയാണ്. ഈ കഴിഞ്ഞ CBSE ബോർഡ് എക്സാമില് എനിക്ക് 500-ൽ 498 മാർക്ക് വാങ്ങാൻ സാധിച്ചു. 99.6% കിട്ടി. പച്ചു എന്നാണ് വിളിക്കുക. നിരഞ്ജൻ എന്നുള്ളത് നമ്മളിങ്ങനെ ഔദ്യോഗികമായിട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. അച്ചു വളരെ ചെറുപ്പം മുതൽ തന്നെ അറിയുന്ന കുട്ടിയാണ്. അച്ചുവിനെ വളരെ നിരന്തരമായിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും എല്ലാ ഉത്സവ പറമ്പുകളിലും അച്ചു ഉണ്ടാവും. ചെണ്ടയ്ക്ക് പുറമെ മറ്റു കലകളിലും നിരഞ്ജൻ പ്രാവീണ്യം തെളിയിച്ചു കഴിഞ്ഞു. പ്രസംഗം, കവിത, എഴുത്ത്, ചെസ് വിഭാഗങ്ങളിൽ സ്കൂൾ തലത്തിൽ നിരവധി സമ്മാനങ്ങളും നേടിയിട്ടുണ്ട്. പരിമിതികൾ ശരീരത്തിനാണെന്നും മനസ്സിനല്ലെന്നും തെളിയിക്കുകയാണ് ഈ മിടുക്കൻ. വരും കാലങ്ങളിൽ വലിയ വേദികളിൽ പ്രഗത്ഭർക്കൊപ്പം നിരഞ്ജന്റെ ചെണ്ടക്കോലുകളും താളം തീർക്കുമെന്നുറപ്പാണ്. അമൃത ന്യൂസ്, തൃശൂർ.